ഏകദേശം നിന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. ലൈസൻസ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലൈസൻസ് ഒന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി മേടിക്കാൻ പോകാം. നമ്മളൊരു ഇൻലൈൻ സ്കേറ്റിംഗ് ഷൂ മേടിക്കാൻ പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം പോയപ്പോൾ ഡിക്കാത്തലോണിൽ കയറിയിട്ട് ഇതിൻ്റെ ട്രയലൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൈസൊക്കെ ഒന്ന് കൺഫേം ആക്കി അതിൻ്റെ മേലെ കയറി ഏകദേശം നിന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി തന്നെത്താൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലേണിംഗ് ന്യൂ സ്കിൽസ് നമ്മൾ ഓരോന്നോരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണല്ലോ. അങ്ങനെ ഇന്നത് മേടിക്കാൻ വേണ്ടി പോവാം. കൂടെ വന്നിട്ടുള്ളത് മോനെ എൻ്റെ അനിയൻ പുള്ളി. ഇവനെയും കൂട്ടി ഞങ്ങൾ കളമശ്ശേരിക്ക് പോവാം. അപ്പോൾ അത്യാവശ്യം വെയിലും പരിടിയൊക്കെ ഉണ്ട്, 3:30 ഉണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് വേറെ മൂഡിൽ പോവാം. പക്ഷേ ഈ ജാക്കറ്റ് കാണുമ്പോൾ ഏതെങ്കിലും മലയാള സിനിമ ഓർമ്മ വന്നെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് മോൻ്റെ ബൈക്ക് ഇതേ MT ഇതിലല്ല, എൻ്റെ ബൈക്ക് ഇതേ RTR ഇതിലും അല്ല, മുത്തിൻ്റെ സ്കൂട്ടർ ഇരിപ്പുണ്ട്. നമുക്ക് സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഷൂ മേടിക്കുന്നത് കൊണ്ടുവരാൻ ഈസി ആയിരിക്കും. അപ്പം നമ്മൾ കളമശ്ശേരിക്ക് ഇതെടുക്കാൻ പോവാം. ഇത് സ്കേറ്റിംഗ് ഷൂ എടുക്കാൻ പോവാം. അല്ല ഹെൽമെറ്റ് എന്ത് ചെയ്യും? ഹെൽമെറ്റ് എടുത്തിട്ടോ? 2 വീലേഴ്സ് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് മുക്കിമ്പിയിലെ വെച്ചോ. ചെറിയൊരിടി. കളമശ്ശേരി ഡിക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ജാക്കറ്റൊക്കെ അയച്ചു വെച്ച് നേരെ ഡിക്കാത്തലോണിനകത്തേക്ക് അവിടെ ഡിക്കാത്തലോണിനകത്ത് കയറി. കഴിഞ്ഞ ദിവസം വന്നിരുന്നതുകൊണ്ട് സ്കേറ്റിങ്ങിൻ്റെ സെക്ഷനൊക്കെ എവിടെയെന്ന് കറക്റ്റ് അറിയാം. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ചുറ്റിപ്പോയാൽ. നമ്മൾ സ്കേറ്റിങ്ങിൻ്റെ സെക്ഷൻ എത്തി. ഇവിടെ കിഡ്സിനൊക്കെ അത്യാവശ്യം സേഫായിട്ട് ജസ്റ്റ് ട്രയൽ നോക്കാനുള്ള ഏരിയ ഇത് ഫുൾ കവേർഡായിട്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഷൂ സെക്ഷൻ ഇരിക്കുന്നത് അവിടെയാണ്. ഈ കാണുന്നതെല്ലാം കിഡ്സിൻ്റെ സ്കേറ്റിംഗ് സെക്ഷനാണ്. ഇനി നമുക്ക് വേണ്ടത് അഡൽട്സിൻ്റെ സെക്ഷൻ. ഇതിൽ ഈ കാണുന്നത് ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള MF 900. ഇതിൻ്റെ ടയേഴ്സിൻ്റെ സൈസും എല്ലാം വെച്ച് ഭയങ്കര അഡ്വാൻസ് വേർഷൻസിനുള്ള ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചൂസ് ചെയ്ത നമ്മുടെ സൈസ് ഇതാണ് 43. അപ്പോൾ നമുക്കിത് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇവനെ ഞാനിങ്ങനെ എടുക്കുക. ഇനി നമുക്കിത് എടുക്കുമ്പോൾ മെയിനായിട്ട് വേണ്ട സേഫ്റ്റി ഗാർഡ്സാണ്. ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കാൻ നേരത്തെ ഹെൽമെറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ ഇത് ഓടിക്കാൻ നേരത്തെ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അഡൽസിൻ്റെ L സൈസ്, പിന്നെ ഹെൽമെറ്റും കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്യാത്ത L സൈസാണ് വേണ്ടത്. ബ്ലാക്ക് ഷർട്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഉരുട്ടിക്കൊണ്ടുപോയി ബില്ലടിക്കണം. അതിന് മുന്നേ നമുക്ക് ഷൂ കാര്യങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗും കൂടെ. ഇതും ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയി ബില്ല് ചെയ്യാം. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം സൈസും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി നമുക്ക് എടുക്കാൻ പറഞ്ഞു തന്ന ഹെൽപ്പാക്കിയ ആളിതാണ്. ഈ ബ്രോയുടെ പേര് ജോർജ് എന്നാണ്. ഈ ബ്രോയാണ് എൻ്റെ കാലിൻ്റെ സൈസ് ഒക്കെ കറക്റ്റാക്കി നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പാകത്തിനൊരു സാധനമുണ്ട്. അതെന്ന് വെച്ചാൽ അതിലെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് മെഷർമെൻ്റെല്ലാം എടുത്ത് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള ഷൂസ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക് യു. നമ്മൾ ആദ്യം കാണിച്ച സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കിഡ്സൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മൾ ഐറ്റെല്ലാം മേടിച്ച് പുറത്തിറങ്ങി. ബില്ലടിക്കുന്ന ഏരിയാസ് ഒന്നും കാണിക്കാത്തത് നല്ല തിരക്കായിരുന്നു, നല്ല റഷായിരുന്നു. പക്ഷെ റീല് പോലും എടുത്തിട്ടുണ്ട്. സെൽഫായിട്ട് പേ ചെയ്യുന്ന രീതിക്കൊരു സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ. നമ്മൾ തന്നെ സാധനം കൊണ്ട് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ സ്കാനായി അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് ഷൂസും കാര്യങ്ങളെല്ലാം ബാഗിനകത്താക്കി. നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അഡൾട്ട്സിന് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടുത്തെ സ്കേറ്റിംഗ് ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ കളമശ്ശേരി വന്ന് ഈ സാധനം എടുക്കാനുള്ള കാരണം. എന്നെ അറിയാവുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, എലഞ്ഞിയിലുള്ള ഞാൻ എന്തിനാ കളമശ്ശേരി വന്ന് ഇതെടുക്കണേന്ന്. കളമശ്ശേരി വരുന്നതിനേക്കാളും എന്തുകൊണ്ടും എളുപ്പമാണ് വൈറ്റിലേ വരുന്നതും കോട്ടയത്ത് വരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ളൊരു സ്കീം ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കണേ. അതായത് എടുക്കാൻ വരുന്ന ദിവസം തന്നെ ജസ്റ്റ് നമ്മൾ സെൽഫ് ലേണിംഗ് എന്നുള്ള പ്ലാനിലാണ് വന്നേക്കണമെങ്കിൽ പോലും ഒരു ദിവസം ജസ്റ്റ് ഒരു ക്ലാസ് കയറി ഒന്ന് ട്രൈ ചെയ്യാം, അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ ഈ ഗ്രൗണ്ടിൽ ഞാൻ കാണിക്കാൻ നോക്കാം. ഇതിലെ അതിൻ്റെ വാമപ്പ് പരിപാടീസൊക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ആക്കിയിട്ടുണ്ട്. കൂടുതലും കിഡ്സാണ്, ഭയങ്കര ചെറിയ കിഡ്സാണ്. പക്ഷേ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവൻ ചെറിയ പിള്ളേരാണോ കൂടെ വലിയ പിള്ളേരാണോ കൂടെ ഒന്നും ആലോചിക്കേണ്ട കേസില്ല. എത്ര ചെറിയവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പിടിക്കാം, എത്ര വലിയവൻ്റെ കയ്യിൽ നിന്നും പിടിക്കാം. അതിൽ നമ്മൾ ഷൈനസ് വിചാരിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരു കാലത്ത് ഒന്നും പിടിക്കാൻ പോകില്ല. ഈ കുഞ്ഞ് കിഡ്സിൻ്റെ കൂടെ ഞാൻ ഒരു ട്രയൽ കയറിയിട്ട് വരാം. ഇതിൻ്റെ വിഷ്വൽസ് എന്തോരം എടുക്കാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. നാളെ ഞാൻ വരട്ടെ. ഞാൻ ചോദിച്ചിട്ട് വരാം. എവിടെ വീട് എവിടെയാ? പോയടാ. അങ്ങനെ നമുക്ക് ഇവിടെ സ്കേറ്റിംഗ് മേടിക്കുമ്പോൾ അഡൽട്സിന് വൺസ് ഇൻ എ വീക്ക് എന്ന രീതിക്ക് 4 ക്ലാസ്, അതായത് 1 മാസത്തെ ക്ലാസ് ഫ്രീ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ വന്നത്. നേരെ സ്കേറ്റിംഗ് എടുത്തു, ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിൽ ഒത്തിരി ബൈറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എടുത്തിട്ടുള്ള ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ തിരിച്ച് വീട്ടിലേക്ക് പോവുക. നമ്മൾ ഡിക്കാത്തിലൂടെയും തിരിച്ചു പോന്നു കഴിഞ്ഞ് ഫുൾ ടയേർഡായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ സ്കേറ്റിംഗ് ഷൂ ഹെൽമെറ്റും എല്ലാം സെറ്റായിട്ട് വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.